നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ഒരു മനോഹര കാഴ്ച അണ്ടൂർക്കോണ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ വനിതാ ഫിറ്റ്നസ് സെന്റർ ഒരു മാതൃകാ പദ്ധതിയാണ്. ഏത് മുന്നണി ഭരിച്ചാലും അവർക്ക് കിട്ടുന്ന 5 വർഷത്തിനിടയിൽ ജനങ്ങൾക്ക് ഗുണമുള്ള എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണല്ലോ പൊതുവെ നമ്മൾ വിലയിരുത്തേണ്ടത്. ആ നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്തൊക്കെ ഇറങ്ങി ചില വാർത്തകളൊക്കെ എടുക്കാൻ ശ്രമിച്ച സന്ദർഭത്തിൽ പഞ്ചായത്തിന് സമീപത്തായി ആരംഭിച്ച ഈ വനിതാ ഫിറ്റ്നസ് സെന്റർ കണ്ടത്. അതായത് ഇന്നത്തെ കാലം എല്ലാവർക്കും അറിയാം, ആരോഗ്യ പരിപാലനം മുഖ്യമാണ് ബിഗിലെ. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. കാര്യം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു IT നഗരമായതുകൊണ്ട് തന്നെ അനവധി ഈ ജിം അല്ലെങ്കിൽ ഫിറ്റ്നസ് സെന്ററുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതെല്ലാം യൂണിസെക്സ് ആണ്, അതായത് സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ്. ഇപ്പോഴും പലയിടത്ത് ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മിങ്കിൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന മനോഭാവം ഇല്ലാത്തവരുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ വനിതകളുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കണം, വീട്ടിലുള്ള വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ പരിപാലനത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാവുക, അതിനുവേണ്ടി ഒരു പദ്ധതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ മാതൃകാപരം തന്നെയാണ്. ബാക്കിയുള്ളതെല്ലാം കാഴ്ചയിലും അവരുടെ വിശദീകരണത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കൂ അതൊരു ഗംഭീര പദ്ധതിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്താണ് ഈ ഒരു പദ്ധതി പഞ്ചായത്ത് നടപ്പാക്കിയതിലൂടെ ഉണ്ടാകുന്ന ഗുണം എന്തൊക്കെയാണ്? ഭയങ്കര ഗുണമാണ്. കാര്യം ഇവിടെ ഒത്തിരി പേര് കാര്യം വീട്ടിൽ ഇരുന്ന് എല്ലാവരും ഇപ്പം ഞങ്ങളിപ്പോൾ 3 ടൈംസാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം 3 ടൈംസിലും ഇവിടെ ആളുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ജിമ്മിന് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആർക്കും വീടുകളിൽ സാഹചര്യമില്ല. ഇതാകുമ്പോഴത്തേക്ക് ഇത് ലേഡീസ് മാത്രം ഉള്ളതായതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. പിന്നെ നന്നായിട്ട് എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 6:30-ക്കുണ്ട്, പിന്നെ 9:30-ക്കുണ്ട്, വൈകിട്ട് ഉണ്ട്. അപ്പൊ ഈ 3 ടൈമിലും നല്ല ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര അവർ പറയുന്നത് ഞങ്ങൾക്ക് ബോഡി വർക്കൗട്ട് മാത്രമല്ല മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തരുന്നുണ്ടെന്നാ പറയുന്നത്. ഇവിടെ വരുന്നതിലൂടെ എല്ലാവരും നല്ല എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബാച്ചിൽ എത്ര പേരാണ് ഉണ്ടാകുന്നത്? ഒരു ബാച്ചിൽ ചിലപ്പം 23, ചിലപ്പോൾ 15 ആയിരിക്കും. അങ്ങനെ സൗകര്യം അനുസരിച്ചാണ് അവർ വരുന്നത്. എന്തൊക്കെയായിരിക്കും അവർക്ക് ഇവിടെ കൊടുക്കുന്നത്? നിങ്ങൾ വരുന്നവർക്ക് എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കാറുണ്ട്? ഈ വെയിറ്റിംഗ് മെഷീനിൽ മാത്രമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വേറെ ഫസ്റ്റ് വരുമ്പോൾ സാധാരണ എല്ലാ ജിമ്മിലെയും പോലെ വാമപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേര് മെഷീനിൽ കയറും, കുറച്ച് പേര് പിന്നെ സൂംബ ചെയ്യിക്കുന്നുണ്ട്, കുറച്ച് പേര് സൂംബ ചെയ്യും, അല്ലാണ്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കിയ ഒരു പഞ്ചായത്തിന്റെ ഒരു പദ്ധതിയാണ് ഇങ്ങനത്തെ ഈ പദ്ധതി എങ്ങനെയാണ് ഒരു വനിത എന്നുള്ള നിലയ്ക്ക് നോക്കിക്കാണുന്നത്? ഇത് ഇവിടെ നടപ്പാക്കിയതിൽ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ടാണ് തോന്നുന്നത്. കാര്യം ഭയങ്കര എല്ലാവർക്കും നല്ല ഉപകാരമുള്ള, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര ഉപകാരമുള്ള ഒരു പദ്ധതിയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള അതായത് ജനറിക് രോഗങ്ങൾ, അതായത് ഇപ്പോൾ BP ആയിരുന്നാലും ഷുഗർ ആയിരുന്നാലും തുടങ്ങി ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു കാലമാണ്. ആ കാലഘട്ടത്തിൽ ആരോഗ്യ പരിപാലനം കൂടി ഒരു പഞ്ചായത്ത് ഒരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അത്തരം പദ്ധതികൾ നടപ്പിലാക്കിയ ഭരണസമിതിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? അത്രയും ആരോഗ്യത്തിന് കൂടി അവർ എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഇത് കാര്യം ഇവിടെ വന്ന ഒത്തിരി പേർക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്. പിന്നീട് ഇതിന് ശേഷം അവർ പോയി ടെസ്റ്റ് ചെയ്തതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇവരൊക്കെ വന്ന് പറയുന്നുണ്ട്. ഒത്തിരി പേർക്ക് വ്യത്യാസം വന്നു എന്നും പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. പിന്നെ അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പൊ പഞ്ചായത്തിന്റെ വനിതകൾക്ക് കൂടി, വനിതകളുടെ ആരോഗ്യത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണസമിതി ആയിരുന്നു. ഉറപ്പായിട്ടും. ട്രെയിനിങ് എന്ന് വെച്ചാൽ സൈക്കിൾ, ട്രെഡ്മില്ല്, പിന്നെ ആപ്സിന്റെ വർക്കൗട്ടുകൾ, പിന്നെ വെയിറ്റ് മെഷീൻസിനുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ സൂംബ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മുട്ടുവേദനയായിട്ടൊക്കെ വരുന്നവർക്ക് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കൂടുതലും ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരുപക്ഷെ വീട്ടമ്മമാർക്ക് പരിചയമില്ലാത്തൊരു സാധനമാണ് ഈ ജിം എന്നൊക്കെ പറയുന്നത്. പണ്ടൊക്കെ ജിം അല്ല, ഒരിടയ്ക്കൊക്കെ ജിം എന്ന് കേൾക്കുമ്പോ പഴയ ആൾക്കാർക്കൊക്കെ ജിമ്മിൽ അവിടെ വേറെ എന്തൊക്കെയോ ആണെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണയാണ്. പക്ഷെ ജിം എന്ന് പറയുമ്പോഴത്തേക്ക് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു കാര്യം അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ജിമ്മിൽ ആക്റ്റീവായിട്ട്
പോകുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. ഒരു വരുന്നവരെ ഏതൊക്കെ തരത്തിലുള്ള പ്രായത്തിലുള്ളവരുണ്ട് ഇവിടെ? നല്ല പ്രായമുള്ളവർ വരുന്നുണ്ട്, നല്ല പ്രായമുള്ളവരും ചെറുപ്രായത്തിലുള്ളവരും 10, 40, 45, 50 വയസ്സൊക്കെ ഉള്ളവർക്കും ജിമ്മിലേക്ക് ഇപ്പൊ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ അതിന് മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് ഇത് ഒരു നല്ല ഒരു പദ്ധതിയാണ്. അപ്പം ഇവിടെ വന്ന് നമുക്ക് ലേഡീസ് ഓൺലി ആയതുകൊണ്ട് ലേഡീസ് കൂടുതൽ വരുന്നുണ്ട്. അവർക്കൊരു മോട്ടിവേഷനാണ്. പിന്നെ ഇവിടുത്തെ ഇൻസ്ട്രക്ടർ നല്ല ഒരു ട്രെയിനിങ് നമുക്ക് തരുന്നുണ്ട്. എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും അവർ നമുക്ക് നല്ലൊരു ടിപ്സ് തരുന്നുണ്ട്. എന്ത് ഇപ്പം കാലുവേദനയെ കൈവേദനയെ എന്തിനും നമുക്ക് ഈസി ആയിട്ടുള്ള വേസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് നല്ലൊരു ഹെൽപ്പാണ്. അപ്പോൾ ഇതൊരു ഇങ്ങനെ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയാൽ അത്രയും പ്രയോജനമാണ്. അതിൽ ഇതുമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ ഉണ്ടായാൽ കൊള്ളാമായിരുന്നു. ഈ ജിം നല്ലൊരു മോട്ടിവേഷനാണ്. സാധാരണ ലേഡീസ് ഉള്ള ജിം ആയതുകൊണ്ട് പണ്ടുള്ളവർക്ക് വരാനുള്ള നല്ലൊരു മോട്ടിവേഷനുണ്ട്. നല്ലൊരു ഫിസിക്കൽ എക്സസൈസാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉള്ളത്, പിന്നെ സ്പോണ്ടിലോസിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു എഫക്റ്റീവായിട്ട് നമുക്ക് റെഗുലർ വന്ന് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനുണ്ട്. നല്ലൊരു ഗ്രൂപ്പ് വർക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും എന്ന് വരാനുള്ളൊരു മോട്ടിവേഷനുണ്ട്. ഞാനും വരുന്നുണ്ട്. 2 മാസം കൊണ്ട് നല്ല വെയിറ്റും കുറഞ്ഞ് ഇപ്പം ഇത്തിരി കൈയും കാലൊക്കെ മാറ്റമുണ്ട്. വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് അമ്മമാർ വരുന്നുണ്ട്. എല്ലാവരും മാറ്റമുണ്ടെന്ന് പറയണം. എനിക്ക് മാറ്റമുണ്ട്. അത് വന്നതിന് ശേഷം നല്ല ഉന്മേഷമുണ്ട് ശരീരത്തിന്. നല്ല ഇതിപ്പം വന്നപ്പോഴത്തേക്ക് നല്ല കൈയും കാലൊക്കെ നല്ല മാറ്റമുണ്ട്. പിന്നെ നമ്മൾ വലിയ ഓടി വരും, എല്ലാ കാര്യത്തിനും ഓടി വരുമ്പോൾ അവരാണ് ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. ഇതിന് വേണ്ടി എല്ലാം ഓടിയൊന്ന് ഒപ്പിച്ചത്. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ് ചെയ്തത്. എല്ലാവരും ഒരു സഹായവും എല്ലാം കൊണ്ട് നല്ലൊരു ഇതാണ്. അവർ തന്നെ പറയുന്ന അനുഭവമുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഈ പുരുഷന്മാർ കൂടി ഉള്ള ഫിറ്റ്നസ് സെന്ററുകളിലൊക്കെ സ്ത്രീകൾക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ പറഞ്ഞു വിടുന്നതിൽ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരിടത്ത് അത് വേണ്ട, അവർക്ക് മാത്രമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് സെന്റർ, എല്ലാത്തരം പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് വന്ന് വ്യായാമം ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം, അതൊരു മനോഹര ആശയമാണ്. അത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണെന്ന് നിസ്സംശയം പറയും. കാര്യം ഈ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം അവർക്ക് കൂടി ഗുണമുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിൽ വിനിയോഗിക്കുക എന്നുള്ളതാണല്ലോ ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്വം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ വനിതാ ഫിറ്റ്നസ് സെന്റർ, ആ ഫിറ്റ്നസ് സെന്ററിൻ്റെ അകത്ത് അത് പരിപൂർണമായിട്ട് പ്രവർത്തന സജ്ജമായി കഴിയുമ്പോഴേക്കും ഈ നാട്ടിൽപ്പെടുന്ന, അതായത് അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിന് ചുറ്റുവട്ടത്ത് വരുന്ന സ്ത്രീകളെ സംബന്ധിക്കുന്നിടത്തോളം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലൊക്കെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, കാര്യം പലർക്കും അറിയാം, BP, കൊളസ്ട്രോൾ, ഷുഗർ, മുട്ടുവേദന, കൈവേദന, നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം അത് ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും മതിയായ വ്യായാമം ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാടറിയേണ്ടതാണ്, അത് അഭിനന്ദിക്കേണ്ടതാണ്. അത് അറിയാത്ത ഒരുപാട് സ്ത്രീകൾ കൂടി നമ്മുടെ നാട്ടിലുണ്ട്. ആ സേവനം അവർ കൂടി ഉപയോഗപ്പെടുത്തേണ്ടതാണ്. തുലവും തുച്ഛവുമായിട്ടുള്ള ഒരു ഫീസിൽ അത്യാധുനിക മെഷീനുകൾ കൊണ്ടുവന്ന് അവിടെ സ്ത്രീകളുടെ ഒരു ലോകം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആശയം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകളെ കൂടി പരിഗണിക്കുന്ന ഒരു ഭരണസമിതിയാണ് കടന്നു പോയതെന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെ ഒരു മാതൃക നടപ്പാക്കിയ അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ ഈ കടന്നുപോയ ഭരണസമിതി ആ ഒരു പദ്ധതി നടപ്പാക്കിയതിൽ ഉറപ്പായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അത് ആ ഫിറ്റ്നസ് സെന്റർ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ വാക്കുകളിൽ തന്നെ നിങ്ങൾ കേട്ടതാണ്. ഇതുപോലുള്ള മാതൃകകളാണ് ജനങ്ങൾക്കായിട്ട് നടപ്പാക്കേണ്ടത്. അത് ഏത് ഭരണസമിതിയായിരുന്നാലും ശരി, ഇത്തരം മാതൃകകളിലൂടെയാണ് ജനങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പുതിയ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന കാഴ്ചപ്പാടുള്ളവർ തന്നെയാണ് അധികാര കേന്ദ്രങ്ങളിലേക്ക് വരേണ്ടതെന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നത്.